സർ, രാഹുലിൻ്റെ കയ്യിലിരുന്ന ബോംബ് പൊട്ടി. പക്ഷെ ഛിന്ന ഭിന്നമായത് കർണാടകയിലെ കോൺഗ്രസ്സാണ്. എന്താണ് സാർ സംഭവിച്ചത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടോ? അതെ, ആറ്റം ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്ന വാക്ക് രാഹുൽ പാലിക്കുക തന്നെ ചെയ്തു. ആറ്റം ബോംബ് പൊട്ടിയത് പക്ഷേ കർണാടക മന്ത്രിസഭയിലാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. അവിടുത്തെ മുഖ്യമന്ത്രിയും ശക്തനും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൻ്റെ ദത്തുപുത്രനുമായിട്ടുള്ള സിദ്ധരാമയ്യ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതെ, ആ സിദ്ധരാമയ്യ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും എല്ലാ തലങ്ങളിലും വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു കാലം. എല്ലാ പിന്തുണയും ഇസ്ലാമിൻ്റെ അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനും കൂറുള്ളവനും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ പടയാളിയും പോരാളിയുമായിട്ടുള്ള മന്ത്രി എൻ രാജണ്ണ ഒരു സത്യം പറഞ്ഞു. അതാണ് ആറ്റം ബോംബ്. രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല. ഇതിനെ തുടർന്ന് അതിൻ്റെ പ്രതിചലനമെന്നോണം ബോംബ് കൊണ്ടുവന്നത് രാഹുലാണെങ്കിലും പൊട്ടിച്ചത് കെ എൻ അതായത് ഐൻസ്റ്റീൻ ആണ് പിന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചുകൊണ്ട്, അതായത് E=mc², ആ തിയറി അനുസരിച്ചുകൊണ്ട്, ഊർജത്തിൻ്റെ ആ പ്രഭാവത്തെ പറ്റിയുള്ള തിയറി അനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ തത്വം പറഞ്ഞതെങ്കിലും അത് നടപ്പാക്കി ബോംബാക്കി മാറ്റിയത്, പ്രാക്ടിക്കലായിട്ട് മാറ്റിയത് അമേരിക്ക അല്ല, പിന്നെ ഓപ്പൺഹൈമർ. ഭഗവത്ഗീത സദാ കൂടെ കൊണ്ടു നടന്ന ഓപ്പൺഹൈമറാണെന്ന് പറയുന്നത് പോലെ ഞാനിപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണെങ്കിലും ശരിക്കും ഇത് പൊട്ടിച്ചത് രാജണ്ണ. അതിൻ്റെ സീലൂരി അത് പൊട്ടിച്ചത് രാജണ്ണ തന്നെയാണ്. സീലൂരി എറിയാൻ വിട്ടുപോയി. അത് കയ്യിലിരുന്ന് അങ്ങ് പൊട്ടി. സെൽഫ് ഗോൾ അടിച്ചു എന്ന് പറയുന്നത് പോലെ കയ്യിലിരുന്ന് പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി. ഇത് ഇവിടെ അങ്ങ് നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ഇതിൻ്റെതായിട്ടുള്ള പ്രതിചലനങ്ങൾ പുകഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അതെ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടി ലാവയായിട്ട് പ്രവഹിച്ചു കഴിയുമ്പോൾ വീണ്ടും അതൊന്നുകൂടി പൊട്ടും. അതുപോലെ തന്നെ ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിചലനങ്ങളുണ്ടാവും. ഒരു പ്രഭവ കേന്ദ്രം ഉണ്ടാവും, അവിടെ നിന്ന് വീണ്ടും ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രതിചലനങ്ങൾ. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഭൂമി കുലുങ്ങുകയും തൊട്ടടുത്തുള്ള ഇതിനുമൊക്കെ ഡാമേജസ് എന്ന് പറയുന്നത്. അതെ, ഇതുപോലെ ഇപ്പോൾ വരാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ശക്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലം കൈയായിട്ടുള്ള മന്ത്രിയാണ് സഹകരണ മന്ത്രിയായിരുന്ന കെ എൻ രാജണ്ണ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വളരെ ശക്തനായി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അങ്ങ് കൈവിട്ട് പറഞ്ഞു. എന്താ കാര്യം? കോൺഗ്രസ് മന്ത്രിസഭ ഇരുന്നപ്പോൾ തയ്യാറാക്കപ്പെട്ട പട്ടികയാണിത്. ആ തെരഞ്ഞെടുപ്പിന്, രാഹുൽ ഗാന്ധി പറഞ്ഞ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് പട്ടിക പ്രസിദ്ധം ചെയ്തു. കോൺഗ്രസ്സിന് ശക്തമായ അടിവേരുകളും മാസ് ബേസും എക്കാലവും ഉള്ള, യെദിയൂരപ്പ ഭരിക്കുമ്പോൾ പോലും ഉള്ള ആ സംസ്ഥാനത്തെ ഒരൊറ്റ ആൾ പോലും ഈ കാര്യങ്ങൾ പഠിച്ചില്ല, നോക്കിയില്ല, കണ്ടില്ല. ഈ അനോമലീസ് കാരണം എന്താ? ഇദ്ദേഹം പറഞ്ഞു 100% സത്യം. എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പലർക്കും ഇപ്പോൾ കോഴിക്കോട്ട് വോട്ടുള്ളവർക്ക് ഇവിടെ വോട്ടിൽ ലിസ്റ്റ് പേര് കാണും. ഇതെടുത്ത് കാണിക്കാൻ പറ്റില്ല, പക്ഷേ ആരും വോട്ട് ചെയ്തില്ല. കോഴിക്കോട്ട് നിന്നൊന്നും ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചെയ്യില്ല തന്നെയല്ല. ഇത് കയ്യാലി മഷി പുറത്തുനിന്നും അതിന് വേണ്ടി അങ്ങനെ കള്ള വോട്ട് ചെയ്യാൻ. സാധാരണഗതിയിൽ അങ്ങനെ കള്ളന്മാരൊന്നും, അങ്ങനെ കള്ളന്മാർ മാത്രമേ അത് ചെയ്യും. കടുത്ത പാർട്ടി സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പിടിക്കപ്പെട്ടു. കേരളത്തിൽ മലബാറിൽ കാണുന്നത് അതാണ്. മരിച്ചുപോയ ആൾക്കാർ 15 വർഷമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മാത്രം വന്ന് വോട്ട് ചെയ്ത് പോകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അവസാനം പത്രക്കുറിപ്പ് ഇറക്കി, ഇനിയെങ്കിലും വരുമ്പോ എന്നെ ഒന്ന് കണ്ടിട്ട് പോകാനുള്ള സന്മനസ് കാണിക്കണേ, 15 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അത് വളരെ രസകരമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. അങ്ങനെ കിടക്കും, രേഖയിൽ അങ്ങനെ കാണും. അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടെ ഇത് പരിശോധിക്കാനാണല്ലോ നിങ്ങൾ ഏജന്റുമാരെ ബൂത്തിൽ വയ്ക്കുന്നത്. അതെ, അവർക്ക് പറഞ്ഞുകൂടെ? ഏജന്റുമാരും ഉണ്ട്, ഔട്ട് ഏജന്റുമാരും ഉണ്ട്. ഇതെല്ലാം കൂടെ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഇരുന്ന് ഒരു വണ്ടിയിൽ പോയിട്ട് എല്ലാവരും കൂടെ കടന്ന് വലിയ ഘോര പ്രസംഗങ്ങൾ. എന്തിനാ പാവത്തിന്? അയാൾ എന്ത് പിഴച്ചു? അയാളുള്ളപ്പോഴല്ല, നിങ്ങൾ വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളപ്പോൾ അന്ന് തൊട്ടേ ഉള്ളതാണ്. എന്നിട്ടോ നിങ്ങൾ ഈ വലിയ ഭരണഘടനയെ വി ആർ ഗോയിങ് ടു റീഗെയിൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാണ് ചടുലമായ വാക്കുകളിൽ ഒരു ഇടിവണ്ടിക്കകത്തിരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പത്രക്കാരൻ എന്തിനായി ഷോ കാണിക്കുന്നത്? നിങ്ങളുടെ അമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അറിയാം എങ്ങനെയാണ് നിങ്ങൾ ബംഗാൾ അമ്മുമ്മയായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് അറിയാം നിങ്ങൾ എങ്ങനെയാണ് ഈ ബംഗാൾ പിടിച്ചടക്കിയതെന്ന്. സിദ്ധാർത്ഥ ശങ്കറിനെ വർഷങ്ങളോളം അവിടെ രേഖാധിപതിയെ പോലെ ഭരിച്ചതെന്ന്. എന്താണെന്നറിയോ സംഭവം? ലിസ്റ്റൊക്കെ ഉണ്ട്.
ലിസ്റ്റ് വെച്ചൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. ബൂത്തുകൾ മുഴുവൻ കോൺഗ്രസ്സുകാർ അടപടലയും കൈയടക്കും. ആര് വോട്ട് ചെയ്യണം വേണ്ട, കോൺഗ്രസ്സുകാരെ കൊണ്ട് മാത്രമേ വോട്ട് ചെയ്യിക്കുള്ളൂ. അവിടെ നമ്മളെ മലയാളികൾ പറഞ്ഞു വന്നതാണത്. അല്ലാത്തവനൊക്കെ വോട്ട് ചെയ്യാൻ വന്നാൽ അടിച്ചു ഓടിക്കും. അതാണ് അവിടുത്തെ ഗുണ്ടാരാജ്, അതാണ് അവിടുത്തെ ജനാധിപത്യം. അങ്ങനെയാണ് സിദ്ധാർത്ഥ ശങ്കറെ അധികാരത്തിൽ തുടർന്നത്. പിന്നെ ഈ ജ്യോതി ബാസു ഇത് പഠിച്ചു. ഈ ഗുണ്ടകളെയെല്ലാം തൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. ആ ഗുണ്ടകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ ഭരിച്ചു. ഇപ്പോൾ അവർക്ക് ഈ ഗുണ്ടകളെല്ലാം കൂടി, ഈ അരാജകവാദികളെല്ലാം കൂടി മമതാ ബാനർജിയുടെ പാർട്ടി ചേക്കേറിയിട്ടുണ്ട്. അവരാണ് അവിടെ സകല അനാശാസ്യ പ്രവർത്തികളിലും അതുപോലെ തന്നെ ഗുണ്ടായുസത്തിലും അതുപോലെ തന്നെ അവിടെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന നിരീക്ഷകരെയും കൂടി മർദ്ദിക്കാൻ തയ്യാറായി അവിടെ നിൽക്കുന്നത്. പിന്നെ കുടിയേറ്റക്കാരുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ശരാറിയോ. എന്നിട്ട് നിങ്ങൾ പറയുകയാണിത് ഒരു ലിസ്റ്റ് കണ്ടുകൊണ്ട്, ഈ ലിസ്റ്റെല്ലാം കൂടെ നമ്മുടെ 100 കോടി വോട്ടർമാരുണ്ട്, അവരുടെ എല്ലാം കൂടെ പേടി കേട്ടാൽ തോന്നും അവിടെ ഇരുന്നുകൊണ്ട് പാവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ എഴുതി കൂട്ടുന്നതാണെന്ന്. നിങ്ങൾക്ക് പരിശോധിക്കാൻ 6 മാസം മുമ്പേ തരും. ഇതൊന്നും അറിയില്ല എന്ന് തോന്നുന്നു ഈ മനുഷ്യന്. ഈ മനുഷ്യന് അധികാര കൊതിയാണ്, ഭ്രാന്ത് പിടിച്ചു. അധികാര കൊതി മൂത്ത് ഭ്രാന്ത് പിടിച്ചു. എൻ്റെ അമ്മ പറഞ്ഞാണല്ലോ, ഇന്ത്യ രാജ്യം ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളതാണ് നെഹ്റുവിൻ്റെ കാലത്തെ. നിങ്ങളെന്തോ ആരെഴുതി കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. മോദി പിന്നെ വന്നിരിക്കുന്നത്. അപ്പം അമ്മ ഞാനിരിക്കേണ്ട കസേര ലവൻ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ചെക്കൻ കിടന്ന് ചുമ്മാ കൊച്ചുനാൾ മുതലേ ഇവൻ കിങ്ങിണിക്കുട്ടൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവനെ കളിപ്പാട്ടം വേണം, കസേര കളിപ്പാട്ടമായിട്ട് വേണം. ആ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴേ ഇങ്ങനെയുള്ളൊരു ദുര്യോഗം. അപ്പോൾ അധികാര കസേര ഇരുന്നാൽ എന്തായിരിക്കും തിരിയും ഇന്ത്യയുടെ ഗതി. ഭയങ്കര. നെഹ്റു അദ്ദേഹത്തിൻ്റെ സ്പന്ദിക്കുന്ന ആത്മാവുണ്ടല്ലോ, അവിടെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ കിടന്നുകൊണ്ട് പിടയ്ക്കുകയായിരിക്കും. നെഹ്റു ഒരിക്കലും ആഗ്രഹിച്ച് കാണുകയില്ല ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് തൻ്റെ കുടുംബത്തിൽ നിന്ന് പിറന്നു വീഴണമെന്ന്. ഇന്ത്യക്ക് ശാപമായിട്ടുള്ള ഒരു മനുഷ്യൻ ഓരോന്നായിട്ടായിട്ട്. ഇത് മാത്രമല്ല, സൈന്യത്തെ അസ്തവീര്യരാക്കി. നമ്മുടെ കാവൽ മാലാഖമാരായിട്ടുള്ള സൈന്യത്തിലെ ആൾക്കാരെ അവരുടെ വീര്യം കെടുത്താൻ വേണ്ടി 5 റഫേൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞു. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാരതീയനും ഇങ്ങനെ പറയില്ല, ഇന്ത്യക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരാ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങളാണ്. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എൻ്റെ ബ്രദറിനെ പറയരുത്. എന്താ അവർക്ക് അതൊരു ബ്രദറാണ്, അല്ലാതെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ അല്ല. എൻ്റെ ബ്രദർ, എൻ്റെ കുടുംബമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുടുംബം, മഹത്വമുള്ള കുടുംബം. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതി ഞങ്ങൾക്ക് താഴെയാണെന്നാണ്. അവർക്ക് വിടുവേല ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് വിചാരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് കൂട്ടുപിടിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും കൂടെ കൂടി എന്തോ അന്ധമായ മോദി വിരോധമാണ് സാർ. അന്ധമായ മോദി വിരോധം. സാർ, ഇതിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ രാഹുൽ ജയിലിലേക്ക് പോകേണ്ടി വരുമോ? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ. ജയിലിൽ പോകേണ്ടി വരത്തില്ല, അവഗണിക്കുകയാണ് ഞാൻ. പക്ഷെ ജയിലിൽ പോകേണ്ടി വരും. ഈ കേസിലല്ല. യങ് ഇന്ത്യ കേസുണ്ടല്ലോ, നാഷണൽ ഹെറാൾഡിന്റെ കേസിൽ കുടുംബത്തോട് ഇപ്പം നോക്കൂ, തിഹാർ ജയിലിൽ അടയ്ക്കപ്പെടും. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിലെന്ന് പറയുന്നത് പോലെ തന്നെ ആ കുടുംബത്തിൽ അഴിമതി ചെയ്യാത്ത ഒറ്റയാൾ അഴിമതി കൊണ്ട് ജീവിക്കുന്നു, പൊളി പറഞ്ഞ് രാഷ്ട്രീയം നടത്തുന്നു. ഈ പൊളിയെപ്പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കള്ളം പറയുന്നു. ഇന്ത്യയുടെ റഫാൽ വിമാനം പോയി, ഇടയിൽ എന്തെങ്കിലും തെളിവുണ്ടോ? എന്നിട്ട് ഇപ്പം ഇവിടെ കർണാടകത്തിലെ ഈ ലിസ്റ്റിനെ, മഹാദേവപുരത്തെ ലിസ്റ്റിനെ കുറിച്ചാണല്ലോ ഓപ്പറേഷൻ മഹാദേവയെ പോലും നിന്ദിച്ചവർ. അതെ, ഓപ്പറേഷൻ മഹാദേവയെ പോലും, ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും നിന്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്ത്രീകളെ അപമാനിച്ച ഇവരെ വോട്ടർമാരെ അപമാനിക്കുകയാണിപ്പോൾ. ആ വോട്ടർമാർ പാവങ്ങളെ 0 എന്ന് കണ്ടു പുള്ളി. വീട്ടു നമ്പർ എന്താ കാര്യം? വീടില്ലാത്തവർ എന്ത് വീട്ടു നമ്പർ എഴുതാൻ? തൻ്റെ വീടിൻ്റെ നമ്പർ എഴുതി വെക്കണോ? നാണമില്ലേ തനിക്ക്? കാര്യങ്ങൾ പഠിക്കാതെ അഭിപ്രായം പറയാൻ? അതെ, കാര്യങ്ങൾ പഠിക്കണ്ടേ? എന്താണ് ഈ കാണിക്കുന്നത്? ഇതിന് കൈയടിക്കാൻ കുറെ ആൾക്കാർ ആണ്. ഈ വളരെ ഏകപക്ഷീയമായിട്ടാണ് മാധ്യമങ്ങളിൽ ചിലരെങ്കിലും പെരുമാറുന്നത്. കേരളത്തിലെ മാപ്രകളെല്ലാം ഇത് എടുത്തിട്ട് അങ്ങ് അലക്കുക സ്റ്റോറിയായിട്ട്. നിങ്ങൾക്ക് തലയ്ക്കകത്ത് ആൾതാമസം വേണ്ടേ? വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യമല്ലോ ആണോ? എത്ര വർഷങ്ങളായിട്ടുണ്ട്? അങ്ങോട്ട് പരിശോധിക്കാൻ പോയാൽ എത്ര കള്ള വോട്ടുകൾ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അത് പോൾ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ചുമ്മാ ഈ ഉടായ്പ് കാണിച്ച് ഉമ്മാത കണ്ട് ആളുകളെ വെട്ടിയാക്കരുത്. ഇന്ത്യയിലെ വോട്ടർമാര് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത് ഈ വോട്ടർമാരാണ്. നിങ്ങൾ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളാണല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടാണ് അയ്യോ ഞങ്ങൾ തോൽപ്പിച്ചു മോദിയെ, കണ്ടോ ഞങ്ങൾ ഇത്രയും ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് 400 സീറ്റ് എന്നാണ് അവകാശപ്പെട്ട. ഇങ്ങനെ കള്ളവോട്ട് ചെയ്യാനാണെങ്കിൽ 400ലേക്ക് വരരുതായിരുന്നോ കള്ളത്തരത്തിൽ കൂടെ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന പത്രപ്രവർത്തകൻ ചോദിച്ചതാണ്.
പത്രപ്പുറത്ത് ഇന്ത്യ ടുഡേയിലാണ് അദ്ദേഹം, ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ടായിരുന്ന ആൾ. നാണമില്ലേ വ്യാജം പരത്തി ഇങ്ങനെ നടത്താൻ? വ്യാജ ഗാന്ധിമാർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയെങ്കിൽ ക്വിറ്റ് ഇന്ത്യ, അതിനുവേണ്ടി ഒരു ക്വിറ്റ് ഇന്ത്യ ഉണ്ടാവണം. അവർ പുറത്തായെങ്കിൽ മാത്രമേ ഇന്ത്യ രക്ഷപ്പെടൂ എന്നൊരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.